എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഒരു കല്യാണമാണ് കാണിക്കുന്നത്. ഒരു ചർച്ചിൽ വെച്ചാണ് നടക്കുന്നത്. ആരുടെ കല്യാണമായിരിക്കും എന്ന് പറയാമോ? വേറെ ആരുടെയല്ല, നമ്മുടെ ലിസയുടെ കല്യാണമാണ്. നമ്മുടെ ലിസ ചർച്ചിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് കാമുകൻ പയ്യനില്ലേ, അവൻ കാറിലിരുന്ന് ഇവളെ നോക്കുന്നുണ്ട്. അവൻ സന്തോഷത്തിലാണ് നോക്കുന്നത്, അതുപോലെ തന്നെ വിഷമമുണ്ട്. പുള്ളിക്കാരനെ അല്ല ഇവള് കല്യാണം കഴിക്കുന്നത്, വേറെ ആരെയും കണ്ടാണ് കല്യാണം കഴിക്കുന്നത്. അതിന്റേതായ ഒരു വിഷമം അവനുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലിസയും പിന്നെ അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ആരെയും വിളിക്കുന്നു പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞിട്ട്. ഇത് കാണുന്നത് കാമുകനാണ്. അങ്ങനെ കാമുകൻ കാറിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അവിടെ സീൻ കട്ടാവുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം 1998 നടന്ന കാര്യമാണ്, അതായത് കല്യാണമൊക്കെ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 1997, അതായത് ഒരു വർഷം പിറകിലോട്ട് പോകാൻ പോവാണ്. ആ സമയം നമ്മുടെ അനിയും പയ്യനും പിന്നെ കാമുകിക്കും കൂടെ ഒരു മോൻ ജനിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കാണ് ഒരു മോൻ ഉള്ളത്. അതുപോലെ തന്നെ ഈ കാമുകിയുടെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല, അതായത് രണ്ടാം കെട്ടുകാരനും ഫാമിലി. കാരണം പിണക്കാണ്, അവള് പറയാതെയാണ് ഇറങ്ങി വന്നത്. അതിന്റെ പിണക്കായോണ്ട് തന്നെ അവര് വന്നിട്ടില്ല. പിന്നെ അവൾക്ക് വേണ്ടി ഒരു സ്വർണ്ണ തവളയെ കൊടുത്തു വിട്ടിട്ടുണ്ട് അവളുടെ ഫാമിലിന്ന്. ആരാ കൊടുത്തു വിട്ടെന്ന് അറിയത്തില്ല, അവളുടെ ഫാമിലിന്ന് വന്നതാണ്. അങ്ങനെ എല്ലാരും കൂടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഹീറോ അനിയൻ പയ്യനെ ഉപദേശിക്കുകയാണ്, നീ ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ നടന്നു. എന്നാൽ അവൻ മറുപടി പറയുന്നത്, എനിക്ക് ബിസിനസ്സിനോടാണ് താല്പര്യം. ഈ ജോലി എന്ന് പറഞ്ഞാൽ 8-14 മണിക്കൂർ പണിയെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിന്റെ പകുതിയും അത് കൊണ്ട് കളയുകയാണ്. എനിക്ക് ബിസിനസ്സിനോടാണ് താല്പര്യം. ഞാൻ ഇനിയും ജോലിക്ക് പോകാൻ തീരുമാനിച്ചാൽ അച്ഛനെ കണക്കായി പോകും, അച്ഛന്റെ ജീവിതം കണക്ക് എന്റെ ജീവിതമായി പോകും. നമ്മുടെ കയ്യിലൊന്നും പൈസ കാണാതെ സാധാ ഒരു ജീവിതം നമ്മൾ ജീവിക്കേണ്ടി വരുമെന്ന്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. ഹീറോയുടെ ജീവിതകാലം മൊത്തം ഹീറോന്റെ ഫാമിലിക്ക് വേണ്ടി മാറ്റി വെച്ചാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എന്തായാലും വിഷമാവും. അങ്ങനെ ഇതും പറഞ്ഞ് അവൻ പുറത്തിറങ്ങി വരുവാണ്, അതായത് അനിയൻ പയ്യൻ പുറത്തു വന്നിരുന്ന് ഒരു സിഗരറ്റ് വലിക്കുകയാണ്. ആ സമയം ഹീറോയിൻ പുറത്തോട്ട് ഇറങ്ങി വരുവാണ്. അവനിട്ട് 2 കൊട്ടു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ നിന്റെ അച്ഛനോട് ഇങ്ങനെയാണോടാ പെരുമാറുന്നത്? നീ ഇത്രയും കാലം നോക്കി വളർത്തിയ ഒരാളല്ലേ എന്ന്. അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം കാമുകി പെൺകുട്ടി അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് അവള് പറയാണ്, എനിക്ക് ഈ കുട്ടീനെ നോക്കാൻ വയ്യ, കൈ കഴയ്ക്കുന്നു, ഒന്ന് പിടിക്കാമോ എന്ന്. അത് അനിയനോടാണ് പറയുന്നത്. എന്നാൽ ഹീറോയിൻ കുട്ടിയെ വാങ്ങുന്നുണ്ട്. ഹീറോയിൻ അറിയാം ഒരമ്മയുടെ പാടെന്താന്ന്. അതുകൊണ്ട് കുട്ടീനെ വാങ്ങിയിട്ട് കുട്ടീനെ തോളത്തിടുകയാണ്, പാട്ടും പാടി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഹീറോയിൻ കുട്ടിയെ വാങ്ങിച്ച ശേഷം അനിയൻ പയ്യനെയും കാമുകി പയ്യനെയും മണ്ടലോട്ട് പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു എന്ന്. അങ്ങനെ ഹീറോയിൻ അവിടെ നിൽക്കുന്ന നേരം ഒരു കാറിൽ ആരോ ഇവരെ നിരീക്ഷിക്കുകയാണ്. അത് കാണുന്ന സമയത്ത് ആ കാറിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അത് കാമുകിയുടെ അമ്മയാണ് കേട്ടോ. എന്തായാലും ഹീറോയിൻ കാമുകിയുടെ അമ്മയും കാറിലിരുന്ന് സംസാരിക്കുകയാണ്. കാമുകിയുടെ അമ്മയ്ക്ക് ആകെ വിഷമം, മോള് പറയാതെ ഇറങ്ങിപ്പോയുണ്ട്. പിന്നെ ഒരു കുട്ടി ജനിച്ചിട്ട് അവരെ വിളിച്ച് എന്നാലും വരാൻ പറ്റിയില്ല, രണ്ടാം കെട്ടുകാരൻ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ടാനമ്മ മാത്രം ചെന്ന് കയറുന്നത് ശരിയല്ലല്ലോ രണ്ടാം കെട്ടുകാരൻ ഇല്ലാതെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട്ടിലോട്ട് വരാൻ പറ്റിയില്ല. ഹീറോയിൻ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴേലും ചെറുമോനെ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നോ, അല്ലെങ്കിൽ വരാൻ മടിയാണെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞോ, ഞാൻ താഴോട്ട് വന്ന് നിൽക്കാം. ഇതുപോലെ നമുക്ക് കാറിലിരുന്ന് നിങ്ങൾക്ക് ഈ കുട്ടീനെ കാണാം, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോഴേലും കാണാൻ തോന്നുന്നെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. അതുപോലെ തന്നെ ഈ രണ്ടാം കെട്ടുകാരിക്ക് വിഷമമുണ്ട് കേട്ടോ. കാമുകിയുടെ അമ്മയ്ക്ക് ഒരു വിഷമമുണ്ട്. ഇത്രയും നാളായിട്ട് രണ്ടാം കെട്ടുകാരൻ ഒരു ഭാര്യയായിട്ട് പോലും കണ്ടിട്ടില്ല, പെരുമാറ്റമൊന്നും ശരിയല്ല. എന്നാൽ ഹീറോയിനോട് ഹീറോ നന്നായിട്ടാ പെരുമാറുന്നത്. അങ്ങനെ ഒരു ഭർത്താവിനെ വേണം എനിക്ക് വേണ്ടതെന്ന് രണ്ടാം കെട്ടുകാരി, അതായത് കാമുകിയുടെ അമ്മ ഹീറോയിനോട് പറയുകയാണ്. എന്നാൽ ഹീറോയിൻ പറയുന്നത്, പണമാണ് വലുത്, പണം ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്കൊരു നല്ല ലൈഫ് കിട്ടിയില്ലേ, പൈസ ഉള്ള ഒരു ജീവിതം കിട്ടിയില്ലേ എന്ന്. എന്നാൽ ഹീറോയിനും അറിയാം അതല്ല വേണ്ടത്, നല്ലൊരു ഭർത്താവിനെയാണ് വേണ്ടതെന്ന്. പക്ഷെ അവർക്കൊരു സമാധാനം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഹീറോയിൻ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുവാണ്. ആ സമയം അനിയൻ പയ്യനാണെങ്കിൽ അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ വന്ന് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കുടിക്കുന്നത്? കുടി നിർത്താൻ. അപ്പോഴാണ് അവൻ പറയുന്നത്, ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആയിട്ട് പോലും നിങ്ങളുടെ മോള് വന്നില്ല, അതായത് എന്റെ ചേച്ചി ഇവിടെ വന്നില്ല അവനെ കാണാൻ. അവൾക്ക് ഇത്രമാത്രം തിരക്കെന്താ? അവളങ്ങ് കൊമ്പത്തെ ജോലിയാണോ ചെയ്യുന്നത്? ഇച്ചിരി ഒന്ന് വന്ന് കണ്ടൂടെ? അനിയന്റെ മോനല്ലേ, ആ ഒരു ചിന്തെങ്കിലും അവൾക്ക് വേണ്ടെന്ന്. അതും പറഞ്ഞിട്ടാണ് അവൻ കുടിക്കുന്നത്. അതേ നേരം അവിടുത്തെ ടിവിയിൽ ഒരു വാർത്ത പറയുന്നുണ്ട്, അതായത് കൊറിയയിലെ എക്കോണമി എല്ലാം തകരുകയാണ്, അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ജോബിലുള്ള ആൾക്കാർക്കെല്ലാം ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം അടുത്ത സീനിൽ ലിസേനെ കാണിക്കുകയാണ്. ഈ കോർപ്പറേഷന്റെ ജോലിയെല്ലാം പോയോണ്ട് തന്നെ ലിസയുടെ ജോലിയും പോയിട്ടുണ്ട്. അവളും കോർപ്പറേഷൻ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജോലിയൊക്കെ പോയിട്ട് സൈഡിൽ ഒരു അങ്കിൾ ഇരിപ്പുണ്ട്. അങ്കിളും പെട്ടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് ജോലി പോയിട്ട് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. എന്തായാലും ബസ് കയറുകയാണ്. ഇതിനുശേഷം ഓരോ പ്രാവശ്യം പല തവണ ലിസ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, പല കമ്പനിയിലും ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കമ്പനിയിലും അവരെടുക്കുന്നില്ല. കാരണം അവിടുത്തെ എക്കോണമി എല്ലാം തകർന്നിരിക്കുകയാണ്, ഇത്ര ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല, അതുകൊണ്ടാണ് അവരെടുക്കാത്തത്. അങ്ങനെ ഒരു ദിവസം അവള് ജോബ് ഇന്റർവ്യൂവിന് പോകുന്ന നേരം ബസ്സിലാണ് പോണത്. ആ സമയം ആ ബസ്സിൽ ഒരാൾ വന്നിട്ടാണ്, എന്നിട്ട് ടൂത്ത് പേസ്റ്റ് വിൽക്കുകയാണ്. ആ ടൂത്ത് പേസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അവള് നോക്കുന്ന സമയത്താണ് അവൾക്ക് മനസ്സിലാവുന്നത്, അവളുടെ കൂടെ കോർപ്പറേഷൻ ജോലിക്ക് വർക്ക് ചെയ്തിരുന്ന ആളാണത്. പുള്ളിക്കാരന് മനസ്സിലായി, ഇനി കോർപ്പറേഷന് നോക്കിയിരുന്നാലും ജീവിക്കാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റൂ, ഇനി കോർപ്പറേഷൻ ജോലി ആർക്കും കിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ടൂത്ത് പേസ്റ്റ് വിൽക്കാൻ ഇറങ്ങിക്കുന്നത്. ഇത് ലിസയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ലിസ ബസ്സിൽ പോകുന്ന സമയത്ത് അവള് ജോലി ചെയ്തിരുന്ന ആ തിയേറ്റർ കാണുകയാണ്. അങ്ങനെ ആ തിയേറ്ററിൽ കയറി സിനിമ കാണുകയാണ്. സിനിമ കാണുന്ന സമയത്ത് വേറൊരാള്, ആരായിരിക്കും അത്, അയാള് വന്നിട്ട് സിനിമ കാണുന്നുണ്ട്, ലിസേനെ തപ്പുന്നുണ്ട്, ലിസേനെ കാണുന്നുണ്ട്, എന്നാലും അവളുടെ ബാക്കിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ലിസ ബസ്സിൽ കയറി പോവാണ്. ഈ സമയമാണ് നമ്മുടെ ആർട്ടിസ്റ്റ് പയ്യനാണ് അത്. ആർട്ടിസ്റ്റ് പയ്യൻ പുറത്തിറങ്ങി വരുന്ന നേരത്ത് തിയേറ്ററിന്റെ ഓണർ അവിടെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പറയാണ്,
പറയാണ് ലിസ പോയി, ഇനി നിനക്കൊരു അവസരം കിട്ടത്തില്ല, ഇതാ നിന്റെ ലാസ്റ്റ് ചാൻസ് എന്ന്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഓടുകയാണ്. ഓടി ബസ് സ്റ്റാൻഡിന്റെ അവിടെ വരുമ്പോഴത്തേക്ക് ബസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബസ്സിന്റെ പിറകെ അവൻ ഓടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ബസ്സിന്റെ പിറകെ ഓടിയത് ആരാന്നറിയാമോ? അതായത് പട്ടാള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേറെ ആരുമല്ല, അതും ആർട്ടിസ്റ്റ് പയ്യനാണ്. എന്നാൽ ആ പ്രാവശ്യം ഓടിയ സമയത്ത് അവന് ലിസേനെ കിട്ടിയില്ല. അവള് ബസ്സുമായിട്ട് അങ്ങ് പോയി പെട്ടെന്ന് തന്നെ. അങ്ങനെ പോകുന്ന വഴിക്ക് ആൾക്കാരുടെ ദേഹത്തൊക്കെ തട്ടുന്നുണ്ട്. അത്രയും എപ്രാളത്തിലാണ് ഓടുന്നത്. എന്തായാലും ഒരു സ്ഥലത്ത് വന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഇനി അവന് ഓടാൻ വയ്യ. ആ സമയം അവന്റെ മനസ്സിലോട്ടൊരു ചിന്ത വരികയാണ്, ഇപ്പൊ തന്നെ 3 ചാൻസ് ആയി. ആദ്യത്തെ ചാൻസിൽ അവളോട് എനിക്ക് ഇഷ്ടം പറയാൻ പറ്റിയില്ല, രണ്ടാമത്തെ ചാൻസിൽ ബസ് കിട്ടിയില്ല, ഇതാണ് എന്റെ 3ാമത്തെ ചാൻസ്. ഇത് കഴിഞ്ഞാൽ അവൾ എനിക്ക് കിട്ടില്ല. ഇതും മനസ്സിൽ വിചാരിച്ചിട്ട് അവൻ അവന്റെ ഫുൾ എനർജി എടുത്തിട്ട് അവിടെ നിന്ന് ഓടുകയാണ് ബസ്സിന്റെ പിറകെ. അങ്ങനെ ഓടി ഓടി ഒരു സ്റ്റോപ്പിൽ ബസ് നിർത്താണ്. ബസ്സിന്റെ അകത്ത് കയറുകയാണ്. നോക്കുന്ന സമയത്ത് ലിസ ആ ബസ്സിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പോവാണ്. ബസ് ലാസ്റ്റിലത്തെ സ്റ്റോപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബസ്സിലാകെ ഡ്രൈവറും പിന്നെ നമ്മുടെ ലിസയും പിന്നെ ആർട്ടിസ്റ്റ് പയ്യനേ ഉള്ളൂ. ലിസ ഇതൊന്നും അറിയുന്നില്ല, അവൾ ഉറങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് പയ്യന്റെ സ്കാർഫ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അവളുടെ തലയിൽ വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിൽ ചാരി കിടന്നിട്ട് അവൾ കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ തല വേദനിക്കാതിരിക്കാനാണ് സ്കാർഫ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൾ കണ്ണു തുറക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റ് പയ്യനെയാണ് മുമ്പിൽ കാണുന്നത്. ആർട്ടിസ്റ്റ് പയ്യൻ അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ ചോദിക്കുന്നത് നീ കമ്മിറ്റഡ് ആണോ എന്നാണ്. അതിന് മറുപടിയായിട്ട് അവൾ പറയുന്നത് ഞാൻ കമ്മിറ്റഡ് അല്ല എന്ന്. അതുപോലെ തന്നെ ലിസ ചോദിക്കുന്നുണ്ട് നീ കമ്മിറ്റഡ് ആണോ? അല്ല, ഞാനും കമ്മിറ്റഡ് അല്ല എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടലിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അന്നേരം ലിസ ചോദിക്കുന്നുണ്ട് നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്, നിന്റെ ജോലി എന്താന്ന്. അവനിപ്പോ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അതായത് ഈ പെയിന്റ് സ്കൂളില്ലേ, അതുപോലെ ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയായിട്ട് വർക്ക് ചെയ്യാണ്. നല്ലൊരു പേയ്മെന്റ് തന്നെ അവന് കിട്ടുന്നുണ്ട്. അവൻ ആഗ്രഹിച്ച ഫീൽഡിൽ തന്നെയാണ് അവൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് സന്തോഷമുണ്ട്, പിന്നെ സാലറി ഉണ്ട്. അങ്ങനെ ആ റെസ്റ്റോറന്റിൽ വെച്ച് അവൻ അവളെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാണ്. അതായത് അവൻ അവളെ ഒരുപാട് മിസ് ചെയ്തെന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ ലിസയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ലിസ അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് തറയെ തള്ളിയിട്ട് പൊട്ടിക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ ദേഷ്യപ്പെടുന്നു. അങ്ങനെയൊന്നുമില്ല, അവൻ ചെന്നിട്ട് അവളുടെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് നീ ഗ്ലാസ് എടുക്കണ്ട, ഞാൻ വൃത്തിയാക്കിക്കോളാം, നിന്റെ കൈ മുറിയുന്നു. അവൻ അത്രയും കെയറോടാണ് അവളുടെ അടുത്ത് പെരുമാറുന്നത്. ഇത് കാണുന്ന സമയത്ത് അവൾക്ക് ചെറുതായിട്ട് നാണമൊക്കെ ആവുന്നുണ്ട്. അതായത് അവൾക്ക് അവനെ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ, ബിയർ അടിക്കുന്നുണ്ട്. അടിച്ച് കിണ്ടിയായിട്ടാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. ഇതൊക്കെ പിറ്റേന്ന് ഓർമ്മയാണോ എന്തോ. ഇതിനുശേഷം അടുത്ത സീനിൽ ഇവർ രണ്ടുപേരും ഒരു അപ്പാർട്ട്മെന്റിൽ നിൽക്കുകയാണ്, ഒരു റൂമിൽ. ആ സമയം നമ്മുടെ ആർട്ടിസ്റ്റ് പയ്യൻ ലിസയുടെ ഫോട്ടോ വരയ്ക്കുന്നുണ്ട് കേട്ടോ, പെയിന്റിങ്. ആ സമയം അവൾ ഇച്ചിരി ഹോട്ടായിട്ട് പെരുമാറുകയാണ്. അതായത് മറ്റേ ടൈറ്റാനിക്കിലെ റോസ് പെരുമാറുന്നതൊക്കെ പെരുമാറുകയാണ്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരണമെന്ന് അവനോട് ചോദിക്കുകയാണ്. എന്നാൽ അവൻ ഇത് സീരിയസ് ആയിട്ട് എടുക്കാതെ അവൻ ചിരിക്കുകയാണ്. അവൻ അത്രയും റൊമാൻറ്റിക് ആവാതെ എന്താ പറയാ തമാശയായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ലിസ ആർട്ടിസ്റ്റ് പയ്യനെയും വിളിച്ചുകൊണ്ട് അച്ഛന്റെ ബോട്ടിൽ വരാണ്, അതായത് ഹീറോന്റെ ബോട്ടിൽ. ആർട്ടിസ്റ്റ് പയ്യൻ ബോട്ടിൽ കയറിയ ഉടനെ അവന് ഛർദിലാണ്. ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്, അതുകൊണ്ട് തന്നെ ഛർദിലാണ്. ഇത് കാണുന്ന ഹീറോയ്ക്കാണെങ്കിൽ ആകെ പുച്ഛം. എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ ഇങ്ങനെ ഒരു മണ്ണുണ്ണിയായി പോയല്ലോ എന്ന്. അങ്ങനെയൊന്നുമില്ല, അവൻ സിറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഈ ബോട്ടിലൊന്നും കയറി പരിചയമില്ല. കുറെ നാൾ പോകുമ്പോൾ പിന്നെ പരിചയവും, പിന്നെ ഛർദിലൊക്കെ മാറും. അതിന്റേതായ ഒരു പുച്ഛം ഹീറോയ്ക്ക് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല എന്തോ ഒരു പുച്ഛ രീതിയിലാണ് അവൻ്റെ അടുത്ത് പെരുമാറുന്നത്. അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞിട്ട് അവര് അവരുടെ റെസ്റ്റോറന്റിൽ തിരിച്ചു വരുവാണ്. അതായത് ഹീറോന്റെ റെസ്റ്റോറന്റിൽ. അവിടെ ഇരുന്ന് അവരെല്ലാവരും സംസാരിക്കുകയാണ്. ലേഡികളുണ്ട്, അതുപോലെ അനിയൻ പയ്യനുണ്ട്, ലിസയുണ്ട്, പിന്നെ ആർട്ടിസ്റ്റ് പയ്യനുണ്ട്. ആർട്ടിസ്റ്റ് പയ്യനോട് ഹീറോ നന്നായിട്ടൊന്നും അല്ല പെരുമാറുന്നത്. അവനൊരു പുച്ഛ രീതിയിലാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ അനിയൻ പയ്യനും ഒരു പുച്ഛ രീതിയിലാണ് പെരുമാറുന്നത്. എന്നാൽ അനിയൻ പയ്യൻ ഇങ്ങനെ പെരുമാറുന്ന സമയത്ത് ലിസ അവന്റെ തലക്കിട്ട് അടിക്കുകയാണ്. ഓരോ പെരുമാറ്റത്തിലും അവന്റെ തലക്കിട്ട് അടിക്കും. എന്നാൽ അവൻ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. എന്തായാലും എല്ലാവരും അവിടെ കൂടിയിരിക്കുന്ന സമയത്ത് ലിസയ്ക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങുകയാണ് ആ റെസ്റ്റോറന്റിൽ. വാഷ്റൂം പുറത്താണ്, റെസ്റ്റോറന്റിനുള്ളിലല്ല, പുറത്താണ്. അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ആർട്ടിസ്റ്റ് പയ്യനും അവളുടെ പിറകെ പോകുന്നുണ്ട്. ഹീറോ വിചാരിക്കുന്നത് അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവൻ പിറകെ പോകണമെന്നാണ്. എന്നാൽ അവൻ പറയാണ് പുറത്ത് നല്ല തണുപ്പാണ്, അവൾക്ക് ഈ കോട്ട് കൊടുക്കാനാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഒരു കോട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും അവൻ പോയ ഉടനെ തന്നെ ഹീറോന്റെ ക്യാരക്ടർ എല്ലാം മാറുകയാണ്. ഹീറോ പറയാണ് ഇനി തൊട്ട് നീ അവനെ ബഹുമാനിച്ച് വേണം സംസാരിക്കാനെന്ന്. അനിയനോടാണ് പറയുന്നത്, അതായത് മോനോടാണ് പറയുന്നത്. കാരണം ഹീറോയ്ക്ക് അവനെ ഇഷ്ടപ്പെട്ട്, എന്നാലും അവന്റെ മുമ്പിൽ അത് പെരുമാറാത്തയാണ്. ഒരു കട്ടി രീതിയിൽ എന്താ പറയാ ഭയങ്കര ടഫ് മെൻ ആയിട്ട് അവന്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. പക്ഷെ ഹീറോയ്ക്ക് അവനെ ഉള്ളിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ബോട്ടിൽ വെച്ചിട്ട് ആർട്ടിസ്റ്റ് പയ്യൻ നന്നായിട്ട് ഛർദ്ദിച്ച് കുഴഞ്ഞു നിന്ന സമയത്തും ലിസ വാഷ്റൂമിൽ പോയായിരുന്നു ബോട്ടിൽ വെച്ചിട്ട്. ആ സമയം അവള് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പിറകെ പോയിട്ടുണ്ടായിരുന്നു. അതായത് അവള് ബോട്ടിൽ വെച്ച്, ബോട്ട് കുലുങ്ങിയല്ലേ പോകുന്നത്, അതുകൊണ്ട് തന്നെ ബോട്ടിൽ വെച്ച് വീഴോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് അവള് വാഷ്റൂമിൽ പോയ സമയത്തും അവളുടെ പിറകെ പോയിട്ടുണ്ടായിരുന്നു. അവനാകെ ഛർദ്ദിച്ച് കുഴഞ്ഞു നിന്ന സമയത്തും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് ഹീറോ കാണുന്ന സമയത്ത് ഹീറോയ്ക്ക് മനസ്സിലായി അവള് എന്റെ മോനെ നന്നായിട്ട് നോക്കുന്നു. അതുകൊണ്ടാണ് ഹീറോയ്ക്ക് അവനെ ഇഷ്ടപ്പെട്ടത്. ഈ സമയം നമ്മുടെ ആർട്ടിസ്റ്റ് പയ്യനെ കാണിക്കുകയാണ്. ആർട്ടിസ്റ്റ് പയ്യൻ ലിസ പോയ വാഷ്റൂമിന്റെ പുറത്തിരിക്കുകയാണ് കോട്ടും പിടിച്ചിട്ട്. ആ സമയം ലിസ പുറത്തിറങ്ങി വരുന്നുണ്ട്, അവൾക്ക് കോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനുശേഷം അവള് പറയുകയാണ് എന്റെ അച്ഛൻ സമ്മതിക്കാതെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല, അതുകൊണ്ട് തന്നെ നീ എന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യണം, അല്ലാതെ ഞാൻ എന്തായാലും നിന്നെ കെട്ടില്ല എന്ന്. ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും അനിയൻ പയ്യനും അച്ഛനുമായിട്ട് അവിടെ വഴക്ക് കിടക്കുകയാണ്. അനിയൻ പയ്യൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അവനെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്, ഇതുപോലൊരു മണ്ണുണ്ണിക്ക് എവളെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. എന്നാലും നമുക്കറിയാം ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന്. അതേ നേരം തന്നെ ഇവരങ്ങോട്ട് കയറി വരികയാണ്. അതായത് ലിസ
ലിസയും ആർട്ടിസ്റ്റ് പയ്യനും. അവര് വരുന്ന സമയത്ത് ഇവര് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് പയ്യൻ കുടിച്ച് നല്ല കിണ്ടി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹീറോനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നൊരു കൊഞ്ചുണ്ട്. ആ കൊഞ്ചിനെ പൊളിച്ച് അച്ഛനെ കൊണ്ട് മുത്തുകുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ ഹൈ പിച്ച് വോയിസിൽ, അതായത് ലേഡികളുടെ വോയിസിൽ സംസാരിക്കുകയാണ്, ലിസേനെ കെട്ടിച്ചേരുമെന്ന് ചോദിച്ചിട്ട്. ഈ സമയം ഹീറോയിനും ആ ലേഡികളും അവിടെ ഉണ്ട് കേട്ടോ. ഹീറോയിൻ അവന്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് തേൻ കെട്ടിപ്പൊതിയാണ്, അതായത് തേനുണ്ടല്ലോ ഹണി, അത് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കെട്ടിപ്പൊതിയാണ്. ആ സമയം ആ ലേഡികൾ ചോദിക്കുകയാണ്, ഇത്രയധികം ഹണിയൊക്കെ കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവര് നിങ്ങൾക്ക് തിരിച്ചു തന്നേന്ന്. ആ സമയം തലേന്ന് നടന്നൊരു കാര്യം കാണിക്കുകയാണ്. അതായത് ഇവര് തലേന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ഈ പയ്യനുണ്ടല്ലോ, അതായത് ആർട്ടിസ്റ്റ് പയ്യൻ വന്ന സമയത്ത് അവനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് അവന്റെ അമ്മ ഹീറോയിന് കൊടുത്തു വിട്ടതാണ്. അതിനകത്ത് വേറൊന്നുമല്ല, കുറച്ചധികം റെയർ കളക്ഷൻ ആയിട്ടുള്ള കല്ലുകളാണ്. അത് അവര് കളക്ട് ചെയ്തതാണ്. എന്നിട്ട് അതിനകത്തൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇതുപോലല്ലേ നിങ്ങളുടെ മോളെ നിങ്ങൾ റൈസ് ചെയ്യിപ്പിച്ചത്, ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ അവളൊരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും റെയർ ആയിട്ടുള്ള കല്ലുകൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നേക്കുന്നതെന്ന്. അത് മാത്രമല്ല, അവളെ ഞാൻ എന്റെ സ്വന്തം മോളായിട്ട് നോക്കിക്കോളാം, അവള് കരയാതെയും അവളെ വേദനിപ്പിക്കാതെയും ഞാൻ തന്നെ നോക്കിക്കോളാം. ആ ലെറ്ററിൽ അതാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഹീറോയിന് നല്ല സന്തോഷമാവുന്നുണ്ട്. കാരണം നല്ലൊരു കുടുംബത്തിലോട്ടാണ് ലിസേനെ കല്യാണം കഴിപ്പിച്ചു വിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സന്തോഷം അവൾക്കുണ്ട്. ഈ കാര്യങ്ങൾ നോക്കുന്ന സമയത്തും ഹീറോ കൂടെ ഉണ്ട് കേട്ടോ. ഹീറോയ്ക്ക് ടെൻഷൻ, അതായത് അവൻ ഹാളിൽ കിടക്കുകയാണ്. ഹാളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അവൻ ലിസയുടെ റൂമിൽ പോകുന്നൊരു പേടി. അങ്ങനെ ഹാളിൽ വന്ന് നോക്കുന്ന സമയത്ത് അവൻ അവിടെ അടിച്ച് പൂസായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ തൊട്ട് സൈഡിൽ അനിയും പയ്യനും കിടപ്പുണ്ട് ഹാളിൽ തന്നെ. ഇത് കണ്ടതോടെ ഹീറോ തിരിച്ചു വരുവാണ്, ഹീറോയിന്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങുകയാണ്. ഇതിനുശേഷം കല്യാണ ദിവസമാണ് കാണിക്കുന്നത്. കല്യാണ ദിവസത്തിൽ ഇവരെല്ലാരും കൂടെ ഒരു കാറിൽ കയറി അലങ്കരിച്ചിട്ടാണ് പോണത്. റോഡിൽ കൂടെ കുറെ കുപ്പിയും പാട്ടൊക്കെ അതിന്റെ സൈലൻസറിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് ഇങ്ങനെ ശബ്ദം കേൾക്കും, ഒരു കോമാളികൾ പോകുന്ന കൂട്ട്. 1998 കല്യാണമല്ലേ, അതുകൊണ്ടായിരിക്കും നമുക്കിപ്പോ ക്രിഞ്ചായിട്ട് തോന്നുന്നത്. എന്തായാലും പോകുമ്പോൾ ലിസ പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ കരയില്ലേ, എന്നെ കരയിപ്പിക്കല്ലേ, നമ്മുടെ വെഡിങ് ഫോട്ടോ എല്ലാം കുളമാവും, അതുകൊണ്ട് നിങ്ങൾ ആരും കരയാൻ പാടില്ല. ഹീറോയിൻ ഇതിന് യോജിക്കുന്നുണ്ട്, അവള് കരയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോ യോജിക്കുന്നില്ല, അവൻ മിണ്ടാതെ നിൽക്കുകയാണ്. അവന് നല്ല വിഷമമുണ്ട്. ആ സമയം എന്തോ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. നോക്കുന്ന സമയത്ത് അനിയനാണെങ്കിലും ഫ്രണ്ടിലിരുന്ന് കരയുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം അവരെല്ലാരും കൂടെ ആ ചർച്ചിൽ വരെയാണ്, കല്യാണം നടക്കുന്ന ചർച്ചിൽ. അങ്ങനെ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഹീറോയിനും മറ്റേ മുത്തശ്ശിയും മുത്തശ്ശനെയും കാണുന്നുണ്ട്. ആരാന്ന് മനസ്സിലായോ? അവര് പണ്ടൊരു വാടക വീട്ടിൽ താമസിച്ചില്ലായിരുന്നോ, അതിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഒരു മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണത്തിന് വന്നിട്ടുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അന്ന് ഞാൻ കൊച്ചിലെ മുട്ടായി കൊടുത്ത ആ കുട്ടിയുടെ കല്യാണമാണോ എന്ന്. അതേ മുത്തശ്ശ, ആ കുട്ടി തന്നെ, എന്റെ മോളാ അത്. ഹീറോയിൻ മറുപടി പറയാണ്. ഇതേ നേരം ലിസേനെ കാണിക്കുകയാണ്. ലിസ ആരോ കൈയെടുത്ത് വിളിച്ചില്ലായിരുന്നോ കല്യാണ ദിവസം? അത് വേറെ ആരെയല്ല, ഒരു ഫോട്ടോഗ്രാഫർ പെൺകുട്ടീനെയാണ് കൈയെടുത്ത് വിളിച്ചത് ഫോട്ടോ എടുക്കാനായിട്ട്, അല്ലാതെ കാമുകം പയ്യനെയല്ല. അവൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങാൻ നിന്നിട്ട് അവൻ ഇറങ്ങുന്നില്ല. അവനൊരു തോന്നൽ, ഇനി അവൻ പോയാൽ ഈ കല്യാണം കുളമായാലോ എന്നുള്ളൊരു തോന്നൽ കാരണം അവൻ കാറിൽ തിരിച്ചു കയറാണ്, പുറത്തിറങ്ങുന്നില്ല. പക്ഷെ അവന് സന്തോഷമുണ്ട് അവളുടെ കല്യാണം ആയിട്ടും, അതുപോലെ തന്നെ വിഷമമുണ്ട് അവളെ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇതിനുശേഷം അവരുടെ കല്യാണ സമയത്തിന്റെ തൊട്ട് മുമ്പാണ് കാണിക്കുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ലിസയും ആർട്ടിസ്റ്റ് പയ്യനും നല്ല സന്തോഷത്തിലാണ്. അവർ കോഡ് ഭാഷയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ആൾക്കാരൊക്കെ ചെറുതായിട്ടൊന്ന് ക്രിഞ്ച് അടിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്കും ഹീറോയിനും സന്തോഷമാകുന്നുണ്ട്. നല്ലൊരു പയ്യനാണല്ലോ കെട്ടിച്ചു കൊടുക്കുന്നത്. ആ ഒരു സന്തോഷം അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അങ്ങനെ കല്യാണത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവാണ്. ആ സമയം ഹീറോയും ലിസയും കൂടെ ഒരു സ്ഥലത്തോട്ട് മാറി നിൽക്കുകയാണ്. അവരെ വിളിക്കുമ്പോഴേ അവര് സ്റ്റേജിലോട്ട് പോകാൻ പാടുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട്, നിനക്ക് ഈ കല്യാണം വേണ്ടാന്ന് തോന്നിയാല്, അല്ലെങ്കിൽ അവൻ കൊള്ളില്ല എന്ന് തോന്നിയാല് നീ എന്തായാലും തിരിച്ചു വരണം, ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ തന്നെ കാത്തു നിൽപ്പുണ്ടാവും. അത് പറയുന്ന നേരത്ത് ലിസ പൊട്ടിക്കരയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സെന്റൻസ് പറയുന്ന സമയത്ത് എന്തായാലും കരയും. അതുകൊണ്ട് തന്നെ അവൾ കരയാണ്. ഇതേ നേരം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് കുട്ടിക്കാലത്ത് ലിസയ്ക്ക് ആദ്യമായിട്ട് എന്തോ മീനിന്റെ ഫുഡ് കൊടുക്കുകയാണ്, അതായത് മീൻ കൊടുക്കുകയാണ്. ആ സമയം ഹീറോ പറയുന്നുണ്ട്, നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് തിരിച്ചു തുപ്പിക്കളഞ്ഞോ, ഞാനും എന്തായാലും അച്ഛൻ ഇവിടെ ആയിട്ട് കാണുമെന്ന്. അതുപോലെ തന്നെ ലിസ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ പോവാണ്. വേറൊന്നുമല്ല, അവൾക്ക് പ്രായം തികഞ്ഞിട്ടില്ല. എന്നിട്ടും അവളുടെ ക്രഷ് ആയിട്ടുള്ള ഒരു ആൺകുട്ടി സ്കൂളിൽ പോയെന്ന് പറഞ്ഞിട്ട് അവളും കൂടെ പോവുകയാണ്. അപ്പൊ ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്ക് ആ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല, പഠിക്കാൻ പറ്റിയില്ലെന്ന് തോന്നിയാൽ നീ തിരിച്ചു വന്നോ, നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ എന്തായാലും കാത്തു നിൽക്കുമെന്ന് ഒരച്ഛനായിട്ട്. അങ്ങനെ വീണ്ടും വേറൊരു സീൻ കാണിക്കുകയാണ്. ലിസ ആദ്യമായിട്ട് എന്തോ ഓട്ട മത്സരത്തിന് പോവുകയാണ്. ഹീറോ അപ്പോഴും ആശ്വസിപ്പിച്ച് സംസാരിക്കുകയാണ്, നിനക്കത് പറ്റിയില്ലെന്ന് തോന്നിയാൽ തിരിച്ചു വന്നോ, അച്ഛൻ എന്തായാലും നിനക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽപ്പുണ്ടാവുമെന്ന്. അതുപോലെ തന്നെ വേറൊരു സീൻ കാണിക്കുകയാണ്. ലിസയുടെ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നിരുന്ന ദിവസമാണ്. ആ ദിവസം ഈ കാര്യം തന്നെയാണ് ഹീറോ പറയുന്നത്, നിനക്കത് പറ്റൂലെന്ന് തോന്നിയാല്, അല്ലെങ്കിൽ നിനക്ക് മാർക്ക് ഇല്ലെന്ന് തോന്നിയാല് നീ തിരിച്ചു വന്നേര്, കഷ്ടപ്പെടണ്ട, ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ കാണുമെന്ന്. ലിസയും അച്ഛനും അവിടെ കരഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ വിളിച്ച് പറയാണ്, അതായത് പെൺകൂട്ടരും അച്ഛനും അങ്ങോട്ട് വരാൻ, അതായത് പെണ്ണും അച്ഛനും അങ്ങോട്ട് വരാൻ. കല്യാണ ചെറുക്കൻ അവിടെ നിപ്പോണ്ട്, കല്യാണ ചെറുക്കന്റെ കൊണ്ടുവന്നിട്ട് കൈ പിടിച്ചു കൊടുക്കാൻ. അങ്ങനെ ഹീറോ അവളെയും വിളിച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് നടന്നു വരികയാണ്, എല്ലാവരുടെ മുമ്പിലോട്ടും. അവരെല്ലാരും കൈയടിക്കുന്നുണ്ടോ കേട്ടോ ഭയങ്കരമായിട്ട്. പക്ഷെ നമ്മുടെ പെൺകുട്ടി മാത്രം കരയുകയാണ്, അവൾക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ കല്യാണം നടക്കുന്ന സമയത്ത് ഹീറോയും കരയുന്നൊന്നുമില്ല. അവളുടെ അടുത്ത് ലിസ പറഞ്ഞായിരുന്നല്ലോ കരയാൻ പാടില്ല എന്ന്, അതുകൊണ്ട് തന്നെ അവള് കരയുന്നില്ല. എന്നാലും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആകെ കരച്ചില്, അതുപോലെ തന്നെ അനിയും പയ്യനാണെങ്കിൽ ആകെ കരച്ചില്. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇത് കാണുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട്,
പറയുന്നുണ്ട് ആ അച്ഛന് എന്തൊരു സ്നേഹമാണ് ആ മോളോട് എന്നൊക്കെ പറയാണ്. ഇതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ രാത്രി റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. അങ്ങനെ ലിസേനെയും ആർട്ടിസ്റ്റ് പയ്യനെയും തിരിച്ച് പറഞ്ഞു വിടണമല്ലോ. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, അങ്ങനെ അവരെ പറഞ്ഞു വിടാൻ പോവുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആകെ അടിച്ച് കിണ്ടിയായിട്ട് നിൽക്കുകയാണ്. ആ സമയം ഹീറോ അവനോട് പറയുന്നുണ്ട്, അതായത് ആർട്ടിസ്റ്റ് പയ്യനോട് പറയുന്നുണ്ട്, ഇത് എന്റെ ഭൂമിയിലെ സ്വർഗ്ഗമാണ്, അവളെ നീ വേദനിപ്പിക്കാൻ പാടില്ല എന്ന്. ഇതും പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ആ സമയം അനിയൻ കളിയാകുന്നുണ്ട് ലിസേനെ, അച്ഛന്റെ ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. അങ്ങനെ അവര് റോഡിൽ കൂടെ നടന്നു പോവാണ്. അതായത് ഹീറോ പോകുന്നുണ്ട്, ഹീറോയിൻ ഉണ്ട്, അനിയും പയ്യനും കാമുകി പെൺകുട്ടിയും പിന്നെ അവരുടെ മോനും ഉണ്ട്. അവർ അപ്പാർട്ട്മെന്റിലോട്ട് കയറാൻ നിൽക്കുകയാണ്. ആ സമയം കുറച്ച് ആൾക്കാർ വന്ന് അവരെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അനിയും പയ്യനോടാണ് ചോദിക്കുന്നത്, നിന്റെ പാർട്ട്ണറും കൂട്ടുകാരനായിട്ടുള്ള ആളെവിടെ? അതായത് അനിയും പയ്യന്റെ കൂട്ടുകാരൻ എന്തോ ഒരു പ്രശ്നം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ തിരക്കിയിട്ട് ആൾക്കാർ വന്നേക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ഓക്കെ, ബൈ.